നിങ്ങൾ കരയണം, ഞാനും കരയണം. എന്തിനു വേണ്ടി? നമ്മുടെ കുറേ മക്കൾ മരിച്ചു വീഴുന്നുണ്ട് അവിടെ. എവിടെ? ഗസയിൽ. നമ്മുടെ കുറേ ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും നിരപരാധികൾ മരിച്ചു വീഴുന്നുണ്ട് അവിടെ. നാം കരയണം അവർക്ക് വേണ്ടി. കരഞ്ഞിട്ടുണ്ടോ? സ്വന്തത്തോട് ചോദിക്കാം. എവിടെ? റബ്ബിന്റെ മുന്നിൽ കരഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, ആ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ. രാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കമളച്ചുകൊണ്ട് എണീറ്റിരിക്കണം. റബ്ബെ വല്ലാതെ കേൾക്കുന്ന സമയമാണ്. അള്ളാന്റെ റസൂല് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്യൂലേ? ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രവർത്തിക്കൂലേ? ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് തുടച്ചു മാറ്റാൻ വേണ്ടി എത്ര വലിയ ശത്രുവിന്റെ മുന്നിലാണെങ്കിലും ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് ആ പുണ്യ ഹബീബ് പോരാടൂലേ? ആ കിരാതന്മാരുടെ, ആ കരാളന്മാരുടെ, ഈ ദുഷ്ടന്മാരുടെ, ഈ പിശാചുക്കളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ആ ഖുദ്സിനെയും അവിടെയുള്ള ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യ മക്കളെയും മോചിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാന്റെ റസൂൽ നിരന്തരമായി പണിയെടുക്കുകയില്ലേ? കരഞ്ഞു പ്രാർത്ഥിക്കുകയില്ലേ? കരയാനെങ്കിലും കഴിയണ്ടേ നമുക്ക്? നമ്മൾ കരയുക കൂടി ചെയ്തില്ല എങ്കിൽ നമ്മൾ എത്ര നന്ദി കെട്ടവരും എത്ര കഠിന ഹൃദയരുമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഗസയിൽ കരയുന്ന ഓരോ കുഞ്ഞിന് വേണ്ടിയും നമ്മൾ കണ്ണീരൊലിക്കണം. ഗസയിൽ വാർന്നൊഴുകുന്ന ഓരോ ഉമ്മയുടെയും കണ്ണുനീര് നമ്മുടെ കണ്ണീരായിട്ട് കാണണം. നമ്മുടെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ കരയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാതിരിക്കോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വിഷമുണ്ടാകുമ്പോ അറിയാതെ നമ്മുടെ ഹൃദയം പിടക്കൂലേ? നമ്മൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് കരയൂലേ? നമ്മൾ അകമഴിഞ്ഞ് ഉള്ളറിഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യൂലേ? എങ്കിൽ ഗസയുടെ മക്കൾക്ക് വേണ്ടി ദ്വാരിക്കുക, അള്ളാഹുവിനോട് ദ്വാരിക്കുക.